ഫിയസ്റ്റ 2K25. ഫ്രോസ്റ്റി എന്നാൽ മഞ്ഞ്, ഫിയസ്റ്റ എന്നാൽ ഉത്സവം. 2000 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ധനുമാസ രാവിലാണ് ബെത്ലഹേമിലെ കാലിക്കൂട്ടിൽ യേശു കർത്താവ് പൂജാതനായത്. ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും നൽസുദിനമാണ് ഈ ക്രിസ്മസ്. മാനവ സമൂഹത്തിൻ്റെ രക്ഷയ്ക്കായി ഉണ്ണിയേശു കാലിക്കൂട്ടിൽ ഭൂജാതനായ ആ സദ്വാർത്ത ഈ ക്രിസ്മസ് രാവിൽ ഇന്ന് ലോകമെമ്പാടും ആഘോഷിക്കുമ്പോൾ നമ്മുടെ പെരിങ്ങമല സഭയും ഇന്ന് അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. നൃത്തങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും മറ്റ് അവതരണങ്ങളിലൂടെയും ക്രിസ്തു ജനനത്തിൻ്റെ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുവാനായി നമ്മുടെ സഭയിലെ പ്രതിഭകൾ ഇന്ന് ഈ വേദിയിൽ അണിനിരക്കുകയാണ്. ഈ കലാസന്ധ്യയിലേക്ക് നിങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഓരോ പ്രോഗ്രാമിനും മുന്നോടിയായിട്ട് ക്രിസ്മസുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ ഞങ്ങളിവിടെ പ്രൊജക്ടറിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ക്രിസ്മസിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും ക്രിസ്മസിൻ്റെ ആ സന്തോഷം കൂടുതലായി ഉൾക്കൊള്ളുവാനും സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ കലാവിരുന്നിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടിയും ചില ആക്ടിവിറ്റീസുകളും സമ്മാനങ്ങളുമൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ട്. ഈ തിരുപ്പിറവി ദിനം നമുക്ക് ഒരുമിച്ച് കൊണ്ടാടാം. So once again, we welcome you all to the event Frosty Fiesta 2K25. ഈ സമയം ആശംസയ്ക്കും പ്രാരംഭ പ്രാർത്ഥനയ്ക്കുമായി നമ്മുടെ സഭയിലെ സഭാ ശുശ്രൂഷകനായിരിക്കുന്ന റെവറൻഡ് പോൾ വർഗീസ് അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതിനുശേഷം സ്വാഗതം അറിയിക്കുവാനായിട്ട് റെവറൻഡ് ജോയ് അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. രണ്ടുപേരെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2025 അനുഗ്രഹീതമായ ക്രിസ്മസ് ദിനം നമുക്ക് കാണുവാനും ഇപ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവിധ കലാപരിപാടികൾ ദൈവാലയങ്കണത്തിൽ ക്രമീകരിപ്പാനും വലിയവനായ ദൈവം കൃപ നൽകി. നമുക്ക് വേണ്ടി സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു കർത്താവിൻ്റെ ദിവ്യസ്നേഹം ഓർമ്മിക്കുമെന്നതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവിധ താലന്തുകൾ മാറ്റുരയ്ക്കപ്പെടുവാനും അവരിൽ അടങ്ങിയിരിക്കുന്ന ദൈവിക മൂല്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും ദൈവിക സമാധാനവും സന്തോഷവും ഓരോ ഹൃദയങ്ങളിലും നിറയപ്പെടുവാനും ഈ അനുഗ്രഹീതമായ സുദിനത്തിൽ ഈ നല്ല പ്രോഗ്രാമിലൂടെ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടൊപ്പം എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ക്രിസ്മസ് രാത്രി ഞാൻ ദൈവനാമത്തിൽ നേരുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷ ആരംഭിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റെന്ന് പ്രാർത്ഥിക്കാം. സമാധാന പ്രഭുവായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്കാൻ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ഞങ്ങളെ ഉദ്ധരിപ്പാനായി സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സന്തോഷം ഞങ്ങൾക്ക് പങ്കുവെക്കുവാനും ഈ രാത്രി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവിധ കലാപരിപാടികൾ ഈ ഭാഗത്ത് അവതരിപ്പിക്കുവാൻ അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന വലിയ കൃപകൾക്കാ നന്ദി. ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളിലും ദൈവസാന്നിധ്യം കൂടെ ഇരിക്കണം. എല്ലാ കുഞ്ഞുമക്കളെയും ഞങ്ങളുടെ ആത്മാവിൽ അവിടുന്ന് ബലപ്പെടുത്തണമേ. ഓരോ പ്രോഗ്രാമിലൂടെയും ഞങ്ങൾ അധികം ദൈവസ്നേഹം അനുഭവിപ്പാൻ അങ്ങയുടെ പൊന്നുനാ മഹത്വപ്പെടുവാൻ ദൈവമേ കൃപ ചെയ്യണം. ആദ്യോടുന്ന ദൈവസാന്നിധ്യം കൂടെ ഇരിക്കണം. എല്ലാ മഹത്വവും പുകഴ്ച അങ്ങേക്കായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ ഈ ഒരു ഫ്രോസ്റ്റി ഫിയസ്റ്റ എന്ന ആഘോഷത്തിൻ്റെ രാവിൽ ഒരുമിച്ചായിരിക്കും ദൈവം സഹായിച്ച നിമിഷങ്ങൾക്കായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജനിച്ച ഈ ഒരു സുദിനത്തിൽ, ഈ ഒരു സന്തോഷ ദിനത്തിൽ ഒരുമിച്ചായിരിക്കാനും ആഘോഷത്തിൽ പങ്കുചേരുവാനും ദൈവം നൽകുന്ന ഈ നല്ല നിമിഷത്തിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. സ്വാഗതം അർപ്പിക്കുന്നതിന് എൻ്റെ കർത്തവ്യം ആദ്യമായി നമ്മുടെ സഭയ്ക്ക് നാളെ നേതൃത്വം നൽകി വരുന്ന പ്രിയ പോൾ വർഗീസ് അച്ഛനാണ്. അച്ഛനും ഓരോ കാര്യങ്ങൾക്കും ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെയും നൽകി, അതിന് വേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളൊക്കെയും നൽകി വഴി നടത്തുന്ന പ്രിയ അച്ഛനെ ഈ ഒരു ഫ്രോസ്റ്റി ഫിയസ്റ്റ എന്ന ആഘോഷത്തിൻ്റെ പേരിൽ സ്നേഹത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ജൂലി പോൾ കൊച്ചമ്മയെയും സ്നേഹത്തോടെ ഈ ഒരു ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സഭയ്ക്കും നല്ല നേതൃത്വം നൽകി വരുന്ന പ്രിയ സഭാ സെക്രട്ടറിയുണ്ട്. പ്രിയ സഭാ സെക്രട്ടറി സാറിനെയും സ്നേഹത്തോടെ ഈ യോഗങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സഭയിൽ ഈ കാണുന്ന ആളുകളൊക്കെയും ഭംഗിയായെല്ലാം ക്രമീകരിക്കാനൊക്കെയും അധ്വാനിച്ച അനേകം പ്രിയപ്പെട്ടവർ നമ്മുടെ സഭാ കമ്മിറ്റി അംഗങ്ങളുണ്ട്. എല്ലാ സഭാ കമ്മിറ്റി അംഗങ്ങളെയും സ്നേഹത്തോടെ ആദരവോടെ ഈ ഫ്രോസ്റ്റി ഫിയസ്റ്റ എന്ന ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു രീതിയിലൊക്കെയും ഇപ്രകാരം ഈ ഒരു ആഘോഷത്തെ ഭംഗിപ്പെടുത്തുവാൻ ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച കൺവീനേഴ്സുണ്ട്. ഞാനിങ്ങനെ പേര് ചോദിച്ചപ്പോഴും പ്രിയ നോബൽ ടീക്കർ പറഞ്ഞു കുറച്ച് പേരുകൾ, അധികം പേരുകളുണ്ട്, സമയമില്ല, അതുകൊണ്ട് തന്നെ നന്ദി പറയുന്ന സമയത്ത് പുള്ളി പേര് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാവർക്കും ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ആങ്കേഴ്സായി ഇവിടെ വന്നിരിക്കുന്ന കുറച്ച് പേരുണ്ട്, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കൊച്ചുമക്കൾ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ, സഭാവിശ്വാസികൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കലാപരിപാടികൾ ഇവിടെ ആരംഭിക്കുകയാണ്. Here we start Frosty Fiesta 2K25. ഈ പ്രൊജക്ടറിൽ നിങ്ങൾ കാണുന്നതാണ് ക്രിസ്മസ് കാൻഡിൽസ്. പ്രതീക്ഷയുടെയും വെളിച്ചത്തിൻ്റെയും പ്രതീകമാണ് ക്രിസ്മസ് കാൻഡിൽസ്. ഈ മെഴുകുതിരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലോകത്തിൻ്റെ വെളിച്ചമായ യേശു കർത്താവിനെ തന്നെയാണ്. തിന്മയുടെ അന്ധകാരത്തിൽ നിന്ന് നന്മയുടെ വെളിച്ചത്തിലേക്ക് ഈ ലോകത്തെ നയിക്കുവാനാണ് യേശു കർത്താവ് ഭൂവിൽ ജാതനായത്. ഇന്ന് ഈ വേദിയിൽ ആ ദൈവിക സാന്നിധ്യം നൃത്തത്തിലൂടെ നിങ്ങളിലേക്ക് പകരുകയാണ്. ഈ ധന്യരാവിനെ പ്രാർത്ഥനാപൂരിതമാക്കുവാനായിട്ട് മനോഹരമായ ഒരു പ്രയർ ഡാൻസുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു സെറ, ആൻഡിയ, അനയ ആൻഡ് ലയോണ.
നാമും നമ്മുടെ ഭവനങ്ങളിലും പള്ളികളിലുമൊക്കെ നാം ക്രിസ്മസ് ട്രീ അലങ്കരിക്കാറുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലാണ് നാം ഈ കാണുന്ന രീതിയിൽ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നത്. സാധാരണയായി ഒരു കോണിഫർ ട്രീയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും അടയാളമാണ് നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ. ഒരു ക്രിസ്മസ് ട്രീ ഡാൻസുമായി എത്തുന്നു ആദിൻ ജോൺ, എയ്ഡൻ, എഫ്രോൺ, എൽവിൻ ബിബിൻ, എയ്ഡൻ ബിബിൻ, റിവിൻ, ഹെസിയോൻ, ജെബിൻ ജെയ്സി എന്നിവർ. Christmas tree, ho ho ho, hee hee hee. Someone came and they found me and they took me home again. Oh, I'm the happiest Christmas tree, ho ho ho, hee hee hee. Look how pretty they dress me, oh lucky, lucky me. I got shiny bells that jingle and tiny lights that jingle. Whenever anyone passes by, I blink my lights and I wink my eye. I'm the happiest Christmas tree, a Christmas day, wait and see. I'll be laughing happily with a ho 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 hee hee. With a hey and a hee and a ho ho, with a hee and a ho and a ha ha, with a ho and a ha and a hee hee. Christmas tree, ho ho ho, hee hee hee. Someone came and they found me and took me home again. Oh, I'm the happiest Christmas tree, ho ho ho, hee hee hee. Look how pretty they dress me, oh lucky, lucky me. I got shiny bells that jingle and tiny lights that jingle. Whenever anyone passes by, I blink my lights and I wink my eye. I'm the happiest Christmas tree, a Christmas day, wait and see. I'll be laughing happily with a ho 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 hee hee. I'm the happiest Christmas tree, a Christmas day, wait and see. I'll be laughing happily with a ho 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 hee hee. ക്രിസ്മസ് കാർഡുകൾ അഥവാ ഗ്രീറ്റിംഗ് കാർഡ്സ് നമുക്ക് വളരെ സുപരിചിതമായ ഒന്നാണല്ലേ. ക്രിസ്മസ് കാലങ്ങളിൽ നമ്മൾ പരസ്പരം കൈമാറുന്ന ഒന്നാണിവ. ആദ്യ ക്രിസ്മസ് കാർഡ് 1843 ഇംഗ്ലണ്ടിൽ അയച്ചതാണ്. സമാധാനവും സൗഹൃദവും കാത്തു സൂക്ഷിക്കുവാൻ ഇവ സഹായിക്കുന്നു. ഇപ്പോൾ ഒരു ഹിന്ദി ഡാൻസിലൂടെ ദൈവത്തെ സ്തുതിക്കാനായി വേദിയിലെത്തുന്നു ആഷൻ ജെ.എസ്. यीशु ने हमें छुड़ाया है पापों के जाल से, यीशु ने हमें बचाया है शैतान की चाल से। यीशु ने हमें छुड़ाया है पापों के जाल से, यीशु ने हमें बचाया है शैतान की चाल से। तो गाओ हालेलुया, 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 तो गाओ हालेलुया।
അന്നൊരു നാളിൽ മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ. മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. ക്രിസ്മസ് ലൈറ്റ്സ്. ലോകരക്ഷകന്റെ ജനരാവിൽ വിദ്വാൻമാർക്ക് വഴികാട്ടിയായി വാനിൽ ഉദിച്ച ദിവ്യ നക്ഷത്രം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ക്രിസ്മസ് ട്രീകൾ വൈദ്യുത വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഇന്ന് ലോകമെങ്ങും തെരുവുകളിലും വീടുകളിലും ലൈറ്റുകൾ തെളിയിക്കുന്നത് ഒരു അലങ്കാരമായിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ജനനം ലോകത്തിന് നൽകിയ പ്രകാശത്തെയും പ്രത്യാശയും ഈ ലൈറ്റുകൾ സൂചിപ്പിക്കുന്നു. മിന്നി മിന്നി തിളങ്ങും എന്ന മനോഹര ഗാനവുമായി എത്തുന്നു അനോറ ആൻഡ് ജിബു.
ഫിയസ്റ്റ 2025 നമ്മുടെ കുഞ്ഞുമക്കളുടെ താലന്തുകളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സൺഡേ സ്കൂൾ, യുവജന സഖ്യം, ബാലൻസ് സഖ്യം തുടങ്ങിയ എല്ലാ സംഘടനകളും ഒരുമിച്ച് ഇന്ന് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയാണല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ താലന്തുകൾ പോലെ തന്നെ ഈ പ്രോഗ്രാം കാണാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളെല്ലാവരുടെ മാതാപിതാക്കളായി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിനിടയിൽ അവർ സെറ്റ് ചെയ്യുന്ന സമയത്ത് 1-2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ശരിയായ ഉത്തരം പറയുന്നവർക്ക് നല്ല സമ്മാനങ്ങളും കാത്തിരിക്കുകയാണ്. അപ്പം കണ്ടീഷൻ എത്രയേ ഉള്ളൂ, ഞങ്ങൾ സ്ക്രീനിൽ 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് പ്ലേ ചെയ്യിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം അറിയുന്നയാൾ ഓടി ഫ്രണ്ടിലോട്ട് വരണം, മൈക്കിൽ കൂടി അതിൻ്റെ ഉത്തരം പറയണം. നിങ്ങളെ തേടി വളരെ നല്ല സമ്മാനങ്ങൾ കാത്തിരിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഈ കാണുന്ന സ്ക്രീനിൽ നിങ്ങളൊരു ഫോട്ടോ ഉണ്ട് അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ അല്ലെങ്കിൽ ക്രൈസ്തവ ഗാനമുണ്ട്. ഏതാണ് ആ പാട്ട്? ഓടി ഫ്രണ്ടിലോട്ട് വന്ന് ഉത്തരം പറയുന്നവർക്കാണ് ഉത്തരം പറയാൻ അവസരം. അവർക്ക് സമ്മാനങ്ങൾ കാത്തിരിക്കുകയാണ്. വേഗം വേഗം, ആർക്കാ ഉത്തരം പറയാൻ പറ്റുക? ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. അഖില ആദ്യത്തെ ഉത്തരം പറയാൻ പോവുകയാണ്. ശരിയാണോ അല്ലേ നമുക്ക് നോക്കാം. ഗീതം 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 ജയ ജയ ഗീതം. ശരി ഉത്തരമല്ല. നിർഭാഗ്യവശാൽ അഖിലയുടെ അറ്റംപ്റ്റ് തെറ്റിപ്പോയിരിക്കുകയാണ്. കുഴപ്പമില്ല, തീർച്ചയായിട്ടും ഫ്രണ്ടിലോട്ട് ഓടി വരണം, എങ്കിൽ ആൻസർ പറയാം. ഫ്രണ്ടിലോട്ട് ഓടി വന്നാലേ ആൻസർ പറയാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ കണ്ടീഷൻ. ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. നിങ്ങളെ തേടി നല്ല സമ്മാനം കാത്തിരിക്കുകയാണ്. ഓക്കെ, കുഴപ്പമില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച പാട്ട് ഓട്ടക്കളത്തിലോടുന്നോറനേറുണ്ണിലും. ഓക്കെ, നിങ്ങൾ കുഴപ്പമില്ല. ലോക ഞാനൻ ഓട്ടം തികച്ചു. ശരി ഉത്തരമാണ്. നന്ദിനി വിജയാണ്, നന്ദന വിജയാണ് ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ശരി ഉത്തരം പറഞ്ഞ നന്ദന വിജയ്ക്ക് ഒരു സമ്മാനം. മാത്രമല്ല, ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ ആദ്യമായി ഉത്തരം പറയാൻ ഒരു ശ്രമം നടത്തിയ അഖിലയ്ക്കും ഒരു സമ്മാനത കൊടുക്കുകയാണ്. നമ്മൾ വേദപുസ്തകത്തിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ who is the first shepherd in the Bible? Can you guess it? ആർക്കെങ്കിലും പറയാമോ? Yes, ഹാബേലാണ് ആദ്യത്തെ ആട്ടിടയൻ എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ആദ്യം അറിഞ്ഞത് ആട്ടിടയന്മാരാണ്. ആ സന്തോഷം നിങ്ങളിലേക്ക് എത്തിക്കാൻ അവർ വന്നിരിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം ഫ്രഷേഴ്സ് ബാൻഡ് സെറ്റ്. ക്രിസ്മസിൽ നമ്മൾ ഏവരും ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ഭക്ഷണ വസ്തുവാണ് ക്രിസ്മസ് കേക്ക്.
ക്രിസ്മസ് കേക്ക് എന്നതിന് ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അർത്ഥമുണ്ട്. പണ്ട് മിഡീവൽ യൂറോപ്പ് കാലഘട്ടത്തിലാണ് ക്രിസ്മസ് കേക്ക് അഥവാ ഫ്രൂട്ട് കേക്ക്സ് എന്നത് പ്രചാരത്തിൽ വന്നത്. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങൾക്കൊരു സന്തോഷകരമായ ക്രിസ്മസും പുതുവത്സരവും ആശംസിക്കുന്നു എന്ന സന്ദേശവുമായി ഗായകനും ഗാനരചയിതാവുമായ ജോസ് ഫെലിസിയാനോ എഴുതി റെക്കോർഡ് ചെയ്ത ഒരു ഗാനം നമുക്ക് ക്ഷണിക്കാം. നഴ്സറിയിലെ കുഞ്ഞുമക്കളായ അർജിത, ഇസബെല്ല, ജസ്ന, അമിയ, അൻസിയ, അൻഫിയ, അർലിൻ, സോയ, ഇവാനിയ, അൻലിയ. Feliz Navidad, Feliz Navidad, Feliz Navidad, próspero año y felicidad. Feliz Navidad, Feliz Navidad, Feliz Navidad, próspero año y felicidad. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas from the bottom of my heart. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas from the bottom of my heart. Feliz Navidad, Feliz Navidad, Feliz Navidad, próspero año y felicidad. Feliz Navidad, Feliz Navidad, Feliz Navidad, próspero año y felicidad. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas from the bottom of my heart. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas from the bottom of my heart. കാൻഡി കെയ്ൻസ് 17-ാം നൂറ്റാണ്ടിൽ ഒരു ജർമ്മൻ കൊയർ മാസ്റ്റർ പള്ളിയിലെ കുട്ടികൾ ശാന്തരായിരിക്കാൻ വേണ്ടി ഇടയന്റെ വടിക്ക് സമാനമായി ജെ ആകൃതിയിൽ മുട്ടായികൾ ഉണ്ടാക്കി. അതൊരു യേശുവിന്റെ ജനനത്തെ ഓർമ്മിപ്പിച്ചു. ഇതിലെ വെളുത്ത നിറം പരിശുദ്ധയെയും ചുവന്ന വരകൾ രക്തത്തെയും സൂചിപ്പിക്കുന്നു. ഇത് പിന്നീട് ക്രിസ്ത്യൻ അർത്ഥങ്ങളായി മാറി. ഇപ്പോൾ മിന്നും മിന്നലെ എന്ന ഗാനത്തിന് ഒരു സംഘനൃത്തമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു ഐറിൻ, അനോറ, ഇവാഞ്ചലിൻ, അല്ലിയ ആൻഡ് ജസ്ലിൻ. മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ താരക പൈതലി താരാട്ടാനായി പോരാമോ. മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ താരക പൈതലി താരാട്ടാനായി പോരാമോ. മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ താരക പൈതലി താരാട്ടാനായി പോരാമോ. മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ താരക പൈതലി താരാട്ടാനായി പോരാമോ. മഞ്ജുളരാവിൽ ഈ സുന്ദരരാവിൽ മോഹനവാനിൽ ഈ പാവനയാമം ഞാനും സംഗീതം കേട്ടു നാവിൽ ഹല്ലേലൂയ പാടി. വേദലമിൽ ഒരു കാലിത്തൊഴുത്തിൽ ജാതനുമായി ജയഘോഷം കേട്ടില്ലേ. വേദലമിൽ ഒരു കാലിത്തൊഴുത്തിൽ
ജയഘോഷം കേട്ടില്ലേ തേനൊലിവിൻ പൂഞ്ചില്ലയിൽ ഒരു പൂങ്കുരുവി ഗ്ലോറിയ പാടി ഞാനും ആ പാട്ടിലെ താളമായി സ്നേഹദൂതു പാടിയിടുന്നു സ്നേഹദൂതു പാടിയിടുന്നു മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ താരക പൈതലി താരാട്ടാനായി പോരാമോ മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ താരക പൈതലി താരാട്ടാനായി പോരാമോ പൂവനിയിൽ ഒരു പൂങ്കാറ്റെത്തുമ്പോൾ പുൽക്കുടിലിൽ എന്നുള്ളം ചെന്നല്ലോ പൂവനിയിൽ ഒരു പൂങ്കാറ്റെത്തുമ്പോൾ പുൽക്കുടിലിൽ എന്നുള്ളം ചെന്നല്ലോ നീറി നിന്ന ദുഃഖങ്ങളെ ഞാൻ കാഴ്ചവച്ചു തൃപ്പാദത്തിൽ എൻ മനം യേശുവിൻ രക്ഷയിൽ ആർത്തുപാടി ആനന്ദിച്ചു ആത്മമങ്ങയെ ആരാധിച്ചു മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ താരക പൈതലി താരാട്ടാനായി പോരാമോ മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ താരക പൈതലി താരാട്ടാനായി പോരാമോ മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ താരക പൈതലി താരാട്ടാനായി പോരാമോ മിന്നും മിന്നലേ വീശും തെന്നലേ താഴെ താരക പൈതലി താരാട്ടാനായി പോരാമോ മഞ്ജുളരാവിൽ ഈ സുന്ദരരാവിൽ മോഹനവാനിൽ ഈ പാവനയാമം ഞാനും സംഗീതം കേട്ടു നാവിൽ ഹല്ലേലൂയ പാടി ചോദിക്കട്ടെ ഒരു ക്വസ്റ്റ്യനും കൂടെ. ശരി, നേരത്തെ പോലെ ഒരു പിക്ചർ ഇവിടെ കാണിക്കും. ഈ പിക്ചറിൽ കാണുന്നതിന് ആസ്പദമായിട്ടുള്ള പാട്ട് ഏതെന്ന് പറയണം. ആ വരി മാത്രമല്ല പാട്ടിന്റെ തുടക്കം. ആപത്ത് വേളയിൽ ആനന്ദവേളയിൽ കുശവന്റെ കയ്യിൽ കണിമണ്ണ് പോൽ തന്നിടുന്നു നിന്നെ തൃക്കരങ്ങൾ. ഓ സൂപ്പർ! ഒരു നിറഞ്ഞ കൈയടി കൊടുക്കൂ. ഇതാ റജൂണന് കിട്ടുന്നു പേന, അല്ല മഞ്ചാണത്. ഓക്കെ ഓക്കെ, ഇത്ര സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അവസരം കിട്ടത്തില്ല. ആദ്യം ഓടി വരണം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കും, ഒരു ക്വസ്റ്റ്യനും കൂടെ. വാശിയോടെ എല്ലാവരും നിൽക്കണം, ആരും ഉറങ്ങിയിരിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാടാം. ആരുണ്ട്? കിട്ടുന്നില്ല. അയ്യോ, യേശു ഒരു കുഞ്ഞിന്റെ കരം പിടിച്ചിട്ടുണ്ടല്ലേ? ഒരു കുഞ്ഞിന്റെ കരം യേശു പിടിച്ചിരിക്കുകയാണ് അല്ലേ? ഏതായിരിക്കും? ആ കുഞ്ഞിന് ഏറ്റവും പ്രിയപ്പെട്ട ആൾ കരം പിടിച്ചിരിക്കുകയാണ് അല്ലേ? We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas തോറ്റു and a Happy New തോറ്റു Good tidings. തോൽവി സമ്മതിച്ചു. ഇതാ വന്നിരിക്കുകയാണ് ധീരായ പോരാളി. ആദ്യം ഓടി വന്നവർക്ക് അവസരം. ആരാണ്? Wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry കുഞ്ഞുങ്ങളെ സ്നേഹിച്ചിടും ദൈവം. Oh, bring us some figgy pudding. Oh, bring us some figgy pudding. നോക്കാം, ഒരാൾക്കും കൂടെ ചാൻസ് കൊടുക്കാം. നോക്കാം. യേശു വിളിക്കുന്നു സ്നേഹമോടെ ക്ലൂ പറഞ്ഞു, കുഞ്ഞിന്റെ കരം പിടിച്ചിരിക്കുക.
പിടിച്ചിരിക്കുകയാണ് അല്ലേ? ആ കുഞ്ഞിന് ഏറ്റവും പ്രിയപ്പെട്ട ആൾ ആ കുഞ്ഞിന്റെ കരം പിടിച്ചിരിക്കുകയാണ്. Merry Christmas and a Happy New Year. പൈതങ്ങളെ സ്നേഹിക്കും ദൈവം അല്ല 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 കരുതിയിടുന്നു കരുണ അല്ല 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 എന്നെ കൈപിടിച്ചു നടത്തും. അതാ വന്നിരിക്കുക. ഒരു കൈയടി എടുത്തോ, കൈയടി എടുത്തോ. ഓക്കെ, താങ്ക് യു. ക്രിസ്മസ് നാളുകളിലെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്നാണ് കാരൽ സംഘങ്ങൾ. മധ്യ യൂറോപ്പിലാണ് ആദ്യമായി കരോൾ ആരംഭിച്ചത്. നമുക്ക് കരോൾ ഗാനങ്ങൾ കേൾക്കുകയും പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണല്ലേ. ഒത്തിരി മനോഹരമായ കരോൾ ഗാനങ്ങൾ നമുക്കുണ്ട്. അതിൽ ടോപ്പ് പ്രയോറിറ്റിയിൽ നിൽക്കുന്ന ഒരു ഗാനമാണ് ദൈവം പിറക്കുന്നു എന്നത്. ഈ സമയം നമുക്ക് ആ മനോഹരമായ ഗാനം കേൾക്കാം. അതിനായിട്ട് നമ്മുടെ സഭയിലെ ചർച്ച് കമ്മിറ്റി അംഗങ്ങളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മഞ്ഞു പെയ്യുന്ന
പ്രചാരത്തിലുള്ള ഒരു ക്രിസ്മസ് സ്വീറ്റ് ആണ് ജിഞ്ചർ ബ്രെഡ്. പേരിലുള്ളതുപോലെ തന്നെ ഇതിലെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ജിഞ്ചറാണ്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പങ്കിടലിൻ്റെയും അടയാളമായി ഈ ജിഞ്ചർ ബ്രെഡ് എല്ലാവരും ഷെയർ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഒരു നൃത്തത്തിലേക്ക് കടക്കാം. ഒരു മോഡേൺ മാർഗം കളിയുമായി എത്തുന്നു അഫ്ന, ഏഞ്ചൽ, അഭിയ, റിന്ന, അനന്യ, അലീന, ഷെറീന, രേഷ്ന എന്നിവർ. പ്രോഗ്രാം ആയിട്ട് ഇങ്ങനെയാണോ കളിക്കുന്നത്? ചുമ്മാതെ ആൾക്കാർ പറയുന്നത് ഒരു മാർഗവും ഇല്ലാത്ത കളിയാണ് ഈ മാർഗം കളിന്ന്. മറിയാമേ, ന്യൂ ജനറേഷൻ സ്റ്റൈലൊന്ന് മാറ്റിച്ചാലോടി. ചന്തം പകർന്നിടാം.
പാനീയമാണ് ഹോട്ട് ചോക്ലേറ്റ്. പാശ്ചാത്യ നാടുകളിലാണ് കൂടുതലുമായി ഇവ കാണുന്നത്. ക്രിസ്മസ് രാവുകളെ കൂടുതൽ ഉഷ്ണവും സുഖകരവുമാക്കുവാൻ ഈ പാനീയം സഹായിക്കുന്നതാണ്. കണ്ടു ദൂരെ അങ്ങ് വാനിൽ എന്ന ഗാനവുമായി ആൻലിയ ഹന്ന ജോൺ. ക്രിസ്മസ് ഹാറ്റ് സെന്റ് നിക്കോളാസിന്റെയും സാന്താക്ലോസിന്റെയും പാരമ്പര്യത്തിൽ നിന്നും ഉടലെടുത്ത കഥ. അതാണ് സാന്താക്ലോസിന്റെ ചുവന്ന തൊപ്പി. ക്രിസ്മസ് രാവിൽ സമ്മാനങ്ങളുമായി നമ്മുടെ ഇടയിൽ ചുവന്ന തൊപ്പിയുമായി എത്തിച്ചേരുന്ന സാന്താക്ലോസ് ഒരു തമിഴ് ഡാൻസുമായി എത്തുന്നു. അനായ ആൻഡ് അനിക. அவருக்கு நாங்க போட்டு டான்ஸ் சொல்லும் பாரு நிலைக்குள்ளே கலை சலை தலை நிமித்தி வச்சது யாரு
reason to dance. I have a reason to shout. For I am filled with grace. Hey hala, hey hala, hey hala, hey hala, hey hala, hey hala. H-A-L-A-L hala, hey hala, hey hala, hey hala, hey hala, hey hala. H-A-L-A-L hala, hey hala, hey hala, hey hala, hey hala, hey hala. H-A-L-A-L hala, hey hala, hey hala, hey hala, hey hala, hey hala. H-A-L-A-L. Once upon a time a sinner, Jesus made me the winner. Now I am whole world is stunner. Hey halal, hey halal, hey halal, hey halal, hey halal, hey halal. H-A-L-A-L halal, hey halal, hey halal, hey halal, hey halal, hey halal. H-A-L-A-L halal, hey halal, hey halal, hey halal, hey halal, hey halal. H-A-L-A-L halal, hey halal, hey halal, hey halal, hey halal, hey halal. H-A-L-A-L. Rumpanta gay rumpa, rumpanta gay rumpa, rumpanta gay rumpa. Rumpanta gay rumpa, rumpanta gay rumpa, rumpanta gay rumpa. Rumpanta gay rumpa, rumpanta gay rumpa, rumpanta gay rumpa. Rumpanta gay rumpa, rumpanta gay rumpa, rumpanta gay rumpa. Come on, let's dance! Jesus carried the cross. He fully paid the price. Now I am right in His eyes. Hey hala, hey hala, hey hala, hey hala, hey hala, hey hala. H-A-L-A-L hala, hey hala, hey hala, hey hala, hey hala, hey hala. H-A-L-A-L hala, hey hala, hey hala, hey hala, hey hala, hey hala. H-A-L-A-L hala, hey hala, hey hala, hey hala, hey hala, hey hala. H-A-L-A-L. പുൽത്തൊട്ടിയിൽ പിറന്ന ക്രിസ്തുവിനെ നമുക്ക് വരവേൽക്കാം. നാം പുൽക്കൂട് കൊണ്ട് വീടുകൾ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. പുൽക്കൂട് എന്ന സിസ്റ്റം ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത് ഇറ്റലിയിലായിരുന്നു. എരുശലേം നായകനെ നമുക്ക് വരവേൽക്കാം. എരുശലേം നായക എന്ന ഗാനവുമായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നു പ്രൈസ്യ ഗോഡ്ലി. യെരൂശലേം നായക ബലതൻ വിമോചക അഭയമായി പ്രകാശമായി
രക്ഷകനായ യേശു ക്രിസ്തു ജനിച്ചത് ബെത്ലഹേമിലെ പുൽക്കൂട്ടിലാണ്. ഇത് അർത്ഥമാക്കുന്നത് പൂർണ്ണമായ സ്നേഹവും സമാധാനവും സന്തോഷവുമാണ്. നേറ്റിവിറ്റി അഥവാ ജന്മസ്ഥലം എന്നത് 13-ാം നൂറ്റാണ്ടിൽ അസീസിയിലെ സെന്റ് ഫ്രാൻസിസിന്റെ കാലഘട്ടത്തിലാണ് ഉത്ഭവത്തിൽ വന്നത്. സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു പുണ്യദിനം കൂടി. ക്രിസ്തുവിൻ്റെ ജനനം മാനവരാശിയുടെ മുഴുവൻ പാപത്തിൽ നിന്നുള്ള മോചനത്തിനിടയാക്കി. ഈശോയുടെ ജനനം നമുക്ക് ആഹ്ലാദത്തോടെയും ആഘോഷിക്കുകയും വരവേൽക്കാം. ഇപ്പോൾ അൻസിയ ഒരു ഡാൻസ് പെർഫോമൻസുമായി വേദിയിലെത്തുന്നു. எனக்கு தந்து என்ன மேன்மைப்படுத்துனீங்க ஐயா. புதிய துவக்கம் எனக்கு தந்து என்ன மேன்மைப்படுத்துனீங்க. கழிப்பின் சத்தமும் மகிழ்ச்சியின் சத்தமும் திரும்ப கேட்க பண்ணீங்க. துதியும் பாடலும் நாவல வச்சு என்ன மகிழ செஞ்சீங்க. உயரத்தில் ஏற்றி வச்சீங்க, என்ன ஓஹோடு வாழ வச்சீங்க. உயரத்தில் ஏற்றி வச்சீங்க, என்ன ஓஹோடு வாழ வச்சீங்க. அதிசயம் இந்த ஆண்டு நடக்க போகுது. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. கவலைப்படாத 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 கவலைப்படாத. அற்புதங்கள் குவிய போகுதே, அற்புதங்கள் குவிய போகுதே. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு. Go! தேவராஜ்யம் பேச்சில் இல்ல, தேவராஜ்யம் பலத்தில் உள்ளதே. தேவராஜ்யம் பேச்சில் இல்ல, தேவராஜ்யம் பலத்தில் உள்ளதே. நிறைவேறாத வாக்குத்தத்தங்கள், நிறைவேறாத வாக்குத்தத்தங்கள் அவர் பலத்தால் நடக்க போகுதே. அது உன் கண்கள் பார்த்து போகுதே. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு. சூப்பர் நேச்சுரல் ஆண்டு இது, സൂപ്പർ നാച്ചുറൽ ആണ്ട്. ഏഞ്ചൽസ് അഥവാ മാലകമാർ. മഞ്ഞ് പെയ്യുന്ന രാവിൽ ആട്ടിൻകൂട്ടത്തെ കാവൽക്കാത്ത ഇടയന്മാർക്ക് ഒരു മാലക പ്രത്യക്ഷപ്പെട്ട് മഷിയുടെ ജനനം അറിയിക്കുന്നു. തുടർന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ഗ്ലോറിയ ഇൻ എക്സസ് ദേവോ പാടി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ ഈശനെ വാട്ടി പുകഴ്ത്താനായി ഒരു തമിഴ് ഗാനവുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നു ആൻഡ്രിയോൺ.
നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കഥയുണ്ട്. ക്രിസ്മസ് ആകുമ്പോൾ ആകാശത്ത് നിന്ന് സാന്റാ അപ്പൂപ്പൻ ഒത്തിരി സമ്മാനങ്ങളുമായിട്ട് ഒരു മഞ്ഞുവണ്ടിയിൽ നമ്മളെ കാണാനായിട്ട് വരുമെന്ന്. ഈ മഞ്ഞുവണ്ടി പ്രധാനമായിട്ടും വലിക്കുന്നത് 4 റെയിൻഡീസ് ആണ്. എന്നാൽ 1823 പുറത്തിറങ്ങിയ എ വിസിറ്റ് ഫ്രം സെന്റ് നിക്കോളാസ് എന്ന കഥയിലൂടെ റെയിൻഡീസ് ക്രിസ്മസിന്റെ ഒരു ഭാഗമായി മാറി. ശൈത്യകാല മേഖലയിൽ അതിജീവനത്തിൻ്റെയും യാത്രയുടെയും പ്രതീകമായിട്ടാണ് ഈ റെയിൻഡീസിനെ കണക്കാക്കുന്നത്. ഈ റെയിൻഡീസിനെ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ നിന്നുകൊണ്ട് മനോഹരമായ ഒരു ഹിന്ദി ഗാനത്തിൻ്റെ നൃത്ത ചുവടുകൾ നമുക്ക് ആസ്വദിക്കാം. അതിനായിട്ട് ക്ഷണിക്കുന്നു അലീന, അനാമിക ആൻഡ് നേഹ. यहोवा राजा है सामर्थ से भरा, अनादि परमेश्वर वो ना टलेगा। यहोवा राजा है सामर्थ से भरा, अनादि युगों से युगों तक
സ്ക്രീനിൽ ഒരു ബൈബിൾ വചനം ഞങ്ങൾ കാണിക്കും. ആ ബൈബിൾ വചനത്തിനകത്ത് ഞങ്ങൾ നൽകുന്ന ഒരു നിർദ്ദേശം ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ നിർദ്ദേശം എന്താണോ അതിൻ്റെ ഉത്തരം സ്റ്റേജിൻ്റെ ഇവിടെ ഫ്രണ്ടിലോട്ട് വന്ന് നിങ്ങൾ ഉത്തരമായി പറയുകയാണെങ്കിൽ ആകർഷകമായ സമ്മാനങ്ങൾ നിങ്ങൾ വീണ്ടും കാത്തിരിക്കുകയാണ്. ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. ബൈബിൾ വചനത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഞങ്ങൾ VBSനൊക്കെ കൊടുക്കുന്ന പോലത്തെ ഒരു കുസൃതി ചോദ്യം മാത്രമാണ്. ദയവായി ആ സെൻസിൽ എല്ലാവരും എടുക്കുക. ഓക്കെ, ചോദ്യം ഇതാണ്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഈ വചനത്തിനുള്ളിൽ ഒരു കളിപ്പാട്ടം ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ വാക്കുകളിൽ ഒരു കളിപ്പാട്ടം ഒളിഞ്ഞു കിടപ്പുണ്ട്. ആരാണ് ആദ്യം ഒന്ന് ഇവിടെ പറയാൻ നോക്കട്ടെ. ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഈ വചനത്തിനുള്ളിൽ ഒരു കളിപ്പാട്ടത്തിന്റെ പേര് ഒളിഞ്ഞിരിപ്പുണ്ട്. വേഗം ഫ്രണ്ടിലോട്ടൊന്ന് ആൻസർ പറയാം. ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉത്തരം പറയുകയാണെന്ന് തോന്നുന്നു. എന്താണ് ഉത്തരം? ആർക്ക് കിട്ടിയില്ല? അവിടെ നിന്ന് ഉത്തരം കേട്ട് ഞാൻ 2-3 പേര് പറയുന്നത്. ഇവിടെ വന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടും. വേഗം വന്ന് ഫ്രണ്ടിലോട്ട് ഉത്തരം പറയാം. യെസ്, ജോസ്ന ഉത്തരമായിട്ട് വരികയാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. പാവ, കൃപാവരത്തിനുള്ളിൽ പാവ എന്ന വാക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്. ശരി ഉത്തരം. ജോസ്നയ്ക്ക് വീണ്ടും ഒരു സമ്മാനം കൂടി. സ്റ്റാർ. അതെ, ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്ക് വിദ്വാൻമാർക്ക് വഴികാട്ടിയായ നക്ഷത്രം. ക്രിസ്തുവിലേക്കുള്ള ഒരു വഴികാട്ടിയുടെ അടയാളമായി നമുക്കിതിനെ കാണാം. ക്രിസ്തുവിൻ്റെ പാതയിലേക്ക് നമുക്കും ഒന്ന് കാതോർക്കാം. ക്രിസ്തുവിൻ്റെ ജനനം സന്ദേശം നൽകുന്ന ഒരു ഗാനം കീബോർഡിലൂടെ നമുക്ക് ശ്രവിക്കാം. വേദിയിൽ റോഹൻ സായി.
എല്ലാവർക്കും സമ്മാനം നൽകുകയും എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണിത്. ചരിത്രപരമായി നാം പരിശോധിക്കുകയാണെങ്കിൽ 4-ാം നൂറ്റാണ്ടിൽ സെന്റ് നിക്കോളാസ് എന്ന ബിഷപ്പിനെ കേന്ദ്രീയമാക്കിക്കൊണ്ടാണ് ഈ കഥാപാത്രം ഇറങ്ങിയിരിക്കുന്നത്. ഒരു ക്രിസ്മസ് തീം ഡാൻസുമായി CJFലെ ജോഷ്നി എസ് ജോബ്, പ്രേസിയ, ആൻലിയ എസ് എ, അനയ, സേറ, ജസ്വിൻ, ആഷിൻ, കാർത്തികേയായ്, അഭിഷേക്, അഭിനവ് എസ്.എൽ, അഫ്ന ആൻഡ് അഫിയ SP. For God so loved the world that he gave his only begotten Son, and those who believe in him shall not perish. John chapter 3 verse 16. 2,000 years ago, on a cold December night in Bethlehem, under starry skies and witnessed by the shepherds, Joseph and Mary welcomed their newborn child into this world. And thus, Jesus the Savior was born. And we forever in remembrance celebrate Christmas.